നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. കോടതി വിധി പറയുന്നതിനിടയിൽ പ്രതിക്കൂട്ടിൽ നിന്നും പ്രതി ചാടിയോടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്താണ് സംഭവങ്ങൾ ഉണ്ടായത്. തിരുവനന്തപുരം നെടുമങ്ങാട് കോടതിയിൽ നിന്നാണ് പോക്സോ കേസ് പ്രതി ചാടിപ്പോയത്. നെടുമങ്ങാട് സ്വദേശി നിതിൻ രാജാണ് രക്ഷപ്പെട്ടത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നുവെന്ന് ജഡ്ജി പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഇയാൾ കോടതിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. നിതിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയെന്ന് നെടുമങ്ങാട് പോലീസ് വ്യക്തമാക്കി. 2022 പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിൽ 4ാം പ്രതിയാണ് നിതിൻ. ഒളിവിലായിരുന്ന നിതിൻ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് അഭിഭാഷകനൊപ്പം കോടതിയിൽ എത്തിയതായിരുന്നു. വിധി പറയവെയാണ് ഇയാൾ കോടതിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു പ്രതി, അതും ഈ ഒരു അഭിഭാഷകരുണ്ട്, മാത്രമല്ല പോലീസുണ്ട്, എല്ലാവരുടെയും വലയത്തിൽ നിന്ന് കോടതിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നത് അത്യന്തം ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. കൂടത്തായി കേസിലെ പ്രതി ജോളി ജോസഫ് കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയത് അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന കാഴ്ചയായി മലയാളികൾക്ക് മാറിയിരിക്കുകയാണ്. ഒരുപാട് പേരെ കൊന്നൊടുക്കിയ ഒരു കൊലയാളി അവർ കോടതിയിലെത്തിയത് വളരെ കൂളായിട്ട്. ഇത്രയും കാലം ജയിൽവാസം അനുഭവിക്കുന്നു, ചെയ്ത തെറ്റുകൾക്കൊന്നും അന്ന് തന്നെ ഒരു കൂസലും അല്ലെങ്കിൽ ഒരു കുറ്റബോധവും ഇല്ലാത്ത പ്രതികരണം തന്നെയായിരുന്നു ജോളിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം ജീൻസും ടോപ്പും അണിഞ്ഞ് പുതിയ വേറിട്ട ലുക്കിലൊക്കെയാണ് പ്രതി എത്തിയിരിക്കുന്നത്. ജീൻസും ടോപ്പും ധരിച്ച് മാറാട് പ്രത്യേക കോടതിയിലാണ് ജോളി എത്തിയത്. ജോളിയുടെ പുതിയ വേഷം കണ്ടതോടെ ആളുകളൊക്കെ ഇവരെ കാണാൻ കൂടുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഇവരെ കോടതിക്ക് അകത്തേക്ക് മാറ്റുകയും ചെയ്തു. കോഴിക്കോട് സബ് ജയിലിൽ തടവുകാരിയായി കഴിയുന്ന ജോളി പരീക്ഷ എഴുതാനായി കണ്ണൂർ വനിതാ ജയിലിലെത്തിയത് വലിയ രീതിയിലുള്ള വാർത്തയായ സംഭവമാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ പരീക്ഷയാണ് ജോളി എഴുതാനെത്തിയത്. ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ജോളി. ആകെ 8 പേപ്പറുകളാണ് ഇത്തവണ ജോളിക്ക് എഴുതാനുണ്ടായിരുന്നത്. ജയിലിലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ ജോളിയുടെ ഭർത്താവ് റോയ് തോമസ് കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിലാണ്. ഈ കേസിലാണ് കഴിഞ്ഞ ദിവസം ജോളി ഹാജരായത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP R ഹരിദാസ് കഴിഞ്ഞ 3 തവണ ഹാജരായിരുന്നില്ല. തുടർന്ന് വിചാരണ മാറ്റുകയായിരുന്നു. മാറാട് പ്രത്യേക കോടതി ജഡ്ജി K സുരേഷ് കുമാർ മുൻപാകെ സിലി വധക്കേസിലെ കുറ്റപത്രത്തിൽ വാദം പൂർത്തിയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.